ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് കോൺ കൊണ്ടുണ്ടാക്കിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള രുചികരമായൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും അതുപോലെ വൈകിട്ട് വരുമ്പോൾ കഴിക്കാനും ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ മിക്കവാറും എല്ലാ കടകളിലും ഈ കോൺ കിട്ടുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള കോൺ തന്നെയാണ് കിട്ടുന്നത്. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കോണിൻ്റെ പകുതി എടുത്ത് 2 വിസിലടിച്ച് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇതിങ്ങനെ ചെത്തിയെടുക്കാം. ഇതിൻ്റെ കൂടെ 2 പൊട്ടറ്റോയും കൂടി ചേർക്കുന്നുണ്ട്. പൊട്ടറ്റോ ബോയിൽ ചെയ്തതാണ്. പൊട്ടറ്റോ ഇന്നലെ വേവിച്ച് ഫ്രിഡ്ജിൽ വച്ചിരുന്നതാണ്. അതുകൊണ്ട് കുറച്ച് ഹാർഡായി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പൊട്ടറ്റോ ആണെങ്കിൽ നല്ല മാവ് പോലെ വരും. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാളയെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനല്ലേ, അപ്പോൾ കുറച്ച് ഇതിൽ ചീസ് ചേർക്കാം. ചീസ് മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമുള്ളതാണ്. ചീസ് ഓപ്ഷണലാണ്, അതില്ലെങ്കിൽ ചേർക്കണ്ട. പനീർ ഉണ്ടെങ്കിൽ പനീർ ചേർക്കുന്നതും വളരെ ടേസ്റ്റാണ്. ഗ്രേറ്റ് ചെയ്ത 1/4 കപ്പ് ചീസാണിത്. ഇനി ഇതിൽ കുറച്ച് മസാല കൂടി ചേർക്കാം. മസാലയായിട്ട് കൂടുതലൊന്നും ചേർക്കുന്നില്ല. ഒരല്പം മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മുളക് പൊടിയും. കുട്ടികൾക്ക് കൊടുക്കാനായതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത്. അല്ലെങ്കിൽ വലിയവർക്ക് കഴിക്കണമെങ്കിൽ 1-2 പച്ചമുളക് കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരല്പം കസൂരി മേത്തി കൂടി ചേർക്കാം. 1 ടീസ്പൂൺ കസൂരി മേത്തി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് മസാലയും കോണും പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ചീസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകട്ടെ. എൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ കൈകൊണ്ട് ഒരു മണിപ്പൂരി ഡിഷ് ഉണ്ടാക്കി അത് കാണിച്ചപ്പോൾ ഒരു കമൻറ്റ് വന്നത് അൺഹൈജീനിക്കാണ് കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പക്ഷേ നമ്മൾ അമ്മമാർ നമ്മുടെ മക്കൾക്കും നമ്മുടെ ഫാമിലിക്കും വേണ്ടി അങ്ങനെ വൃത്തിയില്ലാതെ നമ്മൾ ഉണ്ടാക്കുമോ? അപ്പോൾ നമ്മളെപ്പോഴും കൈയൊക്കെ വൃത്തിയാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. അല്ലാതെ സ്പൂണ് കൊണ്ട് തിരിച്ചു മറിച്ചുവിട്ട് ചെയ്താൽ ഈ കൈ കൊണ്ട് ചെയ്യുന്ന പ്രയോജനം കിട്ടുമോ? ഇതിൽ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തത്. 1 ടേബിൾ സ്പൂൺ ബേസൻ കടലമാവില്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രം മതി. ഇനി അരിപ്പൊടി ഇല്ലെങ്കിൽ ഒന്നുകിൽ സൂചി അല്ലെങ്കിൽ ആട്ടമാവ്, ഇതിൽ രണ്ടിലേതെങ്കിലും ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാവ് ചേർക്കുന്നത് നന്നായിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനത് ഉരുട്ടിയെടുക്കാൻ സാധിക്കും. ഇപ്പോൾ മാവൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കുറച്ച് എണ്ണ മതി. ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. കയ്യിൽ അല്പം എണ്ണ പുരട്ടിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മാവെടുത്തിട്ട് കയ്യിൽ വെച്ച് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇത് ഒരു ഓവൽ ഷേപ്പിലാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇങ്ങനെ ഈ ഓവൽ ഷേപ്പൊക്കെ കുറച്ച് ഇഷ്ടമാണ്. ആദ്യം കുറച്ചിത് ഉണ്ടാക്കി വയ്ക്കാം. എന്നിട്ട് ഒന്നിച്ചിത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ ആവശ്യാനുസരണം എടുത്ത് വീണ്ടും റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ എല്ലാം വയ്ക്കാം. എന്നിട്ടിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ആകട്ടെ. എന്നിട്ട് 2 സൈഡും മറിച്ചും തിരിച്ചും ഇട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നല്ല മണമാണ് ചീസിൻ്റെയും കസൂരി മേത്തിയുടെയൊക്കെ മണം. കുട്ടികൾക്ക് ഈ മണം അടിക്കുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാവും ഇത് കഴിക്കാൻ. കോൺ ചേർത്തുള്ള വിഭവങ്ങൾ നമ്മൾ വളരെ കുറച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. വീണ്ടും വീണ്ടും ഇത് മക്കൾ ചോദിച്ച് വാങ്ങി കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. വളരെ കുറച്ച് എണ്ണയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. ചായയോടൊപ്പം കഴിക്കാൻ ഏറ്റവും ടേസ്റ്റാണിത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.